മാവയുടെ ഇൻസ്റ്റ ഗേൾസ് മെസ്സേജ് കാണിക്കുക. ഗേൾസ് അതിലങ്ങനൊന്നുമില്ല. ഇപ്പൊ ഇത് ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. എനിക്ക് ഇൻസ്റ്റയില് അല്ല പേഴ്സണൽ മെസ്സേജ് ഒന്നും കാണിക്കണം. പേഴ്സണൽ മെസ്സേജ് റിക്വസ്റ്റ് കാണിക്കാം. നിന്റെ ഏതാ ഫോൺ? ഏതാ? എന്റെ ഐഫോണാ. അല്ല ഐഫോൺ എന്റെ നമ്പർ ലീക്ക് ആയിക്കണ്. അയ്യോ നിന്റെ നമ്പർ എങ്ങനെ ലീക്കായി? ഇവനൊക്കെ ഓരോരുത്തർ ഇത് എല്ലാവർക്കും ഉണ്ടല്ലോ ഈ പ്രശ്നം. ലീക്കായിട്ട് നല്ലപോലെ സംസാരിക്കാൻ പ്രശ്നമില്ല. രാവിലെ ഉറക്കത്തിൽ നിന്നൊക്കെ എവിടെ ഇൻസ്റ്റയുടെ 5 മണിക്കൊക്കെ വെച്ചിട്ട് തണ്ടക്ക് തള്ള കുളിക്കണേ. നമുക്ക് എടുത്താലോ ഏതെങ്കിലും കോൾ എടുത്താലോ? ലീക്കായ അങ്ങോട്ട് ലീക്കാക്കണം. മനസ്സിലാ? അതാണ് അതിന്റെ ഒരു ഇത്. ഇങ്ങോട്ട് ലീക്കാക്കുക, അങ്ങോട്ട് ലീക്കാക്കണം. കോട്ടടിക്ക്. ഇതെന്തോ കാണിക്കണ്ട്. മെഹറിൻ ചാറ്റിൽ. മെഹർ ചാറ്റിലുണ്ടോ? മെഹർ ചാറ്റിൽ വന്ന് എവിടെ? മെഹറിന്റെ മെഹറിന് ചോദിക്കാൻ പറഞ്ഞു. അതാ രണ്ടാളും കൂടി എനിക്ക് 3K സബ്ബാക്കി 400 ആൾക്കാരെ കുറവുണ്ട്. ഇത് ആരാ? ചോക്കോസ് ലാൻഡല്ലോ. ചോക്കോസ് ലാൻഡാ? എന്താ കിൻഡർ ജോയ് ചാനലല്ലോ. മേയറിന്റെ ഇത് കാണിച്ചു തരാം. എന്താ സംഭവം അപ്പം ഒരിക്കൽ മനസ്സിലാവല്ലോ ഞാൻ മേഹർ എന്തേലും ഉണ്ടോന്ന്. എടാ ഇതെന്താ ആവാത്തെ? ഇതിന്റെ മുടിയൊക്കെ എങ്ങനെ ഹെയർ സ്റ്റൈല് കൊള്ളാം. നല്ല ഇവനെ പച്ച അടിപ്പിച്ചാലോ നമുക്ക്? പച്ച രസമുണ്ടാവോ? കാര്യം പറയാം. ഞാൻ അടിക്കാം. എടാ നീ ശരിക്കും എന്ത്? ഞാൻ നിന്നെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ശരിക്കും സ്ഥലം എവിടെ? ഞാൻ പെരിന്തൽമണ്ണല്ല, ഒരു ബോർഡറാ. ശരിക്കും പാലക്കാട് ജില്ലയാണ്. മലപ്പുറം അല്ല. പക്ഷെ പറയുമ്പോ പെരിന്തൽമണ്ണാന്ന് അറിയാം. മലപ്പുറത്തിന്റെ പെരിന്തൽമണ്ണ അതിന്റെ അടുത്ത്. പെരിന്തൽമണ്ണ എവിടാ? മുതിർച്ചയൊക്കെ അറിയോ? ആനമണലായാലും അറിയാം. മണലായ ആനമങ്ങാട്. അതിന്റെ അടുത്ത് ആടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ലവർ ഒന്നല്ല, ചെറുപ്പം മുതലുള്ള എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. ഒന്നുകൂടി എന്താ സെർച്ച് ചെയ്താ ഫുള്ള് സൈറ്റ് കയറിയ പോലെ സെർച്ച് ചെയ്യാറുണ്ട്. നമുക്ക് മെസ്സേജ് നോക്കാം. മെസ്സേജ് റിക്വസ്റ്റ് നോക്കാം. പേഴ്സണൽ മെസ്സേജ് നോക്കണം. എടാ ഇത് ആവുന്നില്ലടാ. ഇതാരാ? റിയാന്? ഇതൊന്നും അറിയൂലോ. എടുത്തു നോക്കിയാലോ? ആരാ നോക്കിയാലോ? അവിടെ ആരോ വിളിക്കുന്നു. നമ്പർ ലീക്കാ സംഭവം. ഹലോ ആരാ? എടാ ഇത് ക്യാമറ ഓണാക്കി. ഇത് ആരാ? ഇതിന്റെ പല്ല് മാത്രമേ കാണുന്നുള്ളൂ. മോനെ ക്യാമറ ഓണാക്കിയില്ലേ ഞാൻ കോൾ കട്ട് ചെയ്യും. പെട്ടെന്ന് ലൈറ്റ് ഇട് പോ. ഇല്ല കോൾ കട്ട് ചെയ്യും. ചങ്കോ മെസ്സേജ് ഓക്കെ. ഇൻസ്റ്റാ മെസ്സേജ് നമുക്ക് വാവന്റെ ഇൻസ്റ്റാ മെസ്സേജ് നോക്കാം. ചാറ്റ് പറ. നോക്കണം വേണ്ടിയോ? ചാറ്റ് പറ. എടാ നമ്മള് പ്രൈവസിയിലൊന്നും കൈയിടുന്നത് ശരിയല്ല. എന്റെ അത് അൺനോൺ നമ്പർ ഓഫ് ആക്കിയാൽ മതി. അതറിയില്ല. ഓക്കെ അത് ഞാൻ നിങ്ങളെ പോലെ മറ്റേ പക്ക 30K. Yo 30K വാച്ചിങ്. ലെറ്റ്സ് ഗോ. ഇന്ന് 35K മുകളിൽ വാച്ചിങ് പോവാണെങ്കിൽ മോനെ സൂപ്പർ വാവ വന്നിട്ട് നമ്മള് ലൈവിലെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തെന്നാവും. എടാ എല്ലാവർക്കും ആരും പോകല്ലോ. 35K മുകളിലേക്ക് വന്നാ മോനെ സൂപ്പർ വാവ ഇവിടെ ഒരു ചരിത്രം സൃഷ്ടിച്ചിട്ട് പോകുന്ന പോലെ ആവും. മദർസ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തെന്താ അല്ലേ? മുനിവരെ കണ്ടേ. എത്ര കോളാടാ വരുന്നത്? എന്നെ പ്രശ്നം. എടാ വിളിക്കുന്ന എല്ലാവരുടെ നമ്പറിൽ ലീക്കാവുന്നുണ്ട്. വെറുതെ വിളിച്ചിട്ട് അതെ ആരോ തല കാണിച്ചാരോ? ആരാതെ ലീക്കായത്? ഞാൻ സത്യം പറഞ്ഞാല് പണ്ട് ഞാൻ ഫേമസ് അല്ലല്ലോ. അപ്പൊ കൊടുത്ത പിന്നെ ഞാൻ നമ്പർ മാറ്റിയില്ല. ഞാൻ നിങ്ങളെ പോലെ പ്രൊഫഷണൽ അല്ലേ. എടാ ഇത് ഈസി ആടാ. നമ്പർ കോൾ വരാണ്ട് കാണുതാ. സെറ്റിങ്സ് എടുക്കുക. ഇത് ആരാണത്? ചുമുട്ട. എടേ ആരാ നീ? സെറ്റിങ്സ് എടുക്കുക. എന്നിട്ട് ഒന്നുമില്ല. അൺനോൺ സൈലൻസ് അൺനോൺ കോളേഴ്സ് നടോ.
ഹലോ എന്താ മോനെ എന്ത് വാവന്റെ ചങ്ങായിയാന്ന് വാവ കക്കൂസിലാന്ന് വാ തൂറാൻ പോയേക്കുവാ. എടാ കോൾ മെഹർ എന്ന് പറയുന്ന അത് വേണോ? ഞാൻ വിളിക്കാം. ഇന്റെ ലൈനല്ല തുപ്പി. സത്യം. എടാ ഇത് നിർത്താണ്ട് കോള് വരുന്നത്. അപ്പൊ നമുക്ക് ഇത് കണ്ടോ സൈലൻസ് അൺനോൺ കോളേഴ്സ്. ഇതങ്ങ് മോനെ ചെറിയൊരു പണി കിട്ടിയെന്ന് തോന്നട്ടാ. എന്ത് നമ്പറോ പോയിക്കണേ? അല്ല ഞാൻ എന്തായാലും മാറ്റാണ്, സീനൊന്നുമില്ല. നമ്പർ ഓൾറെഡി ലീക്ക് അല്ലേ? ഇതാ സൈലൻസ് അൺനോൺ കോളേഴ്സ് ഉണ്ടോ? ഇതങ്ങ് ഓണാക്കി ഇടാം, എനിക്ക് കോള് വരൂല. ഇന്നൊന്നും വരില്ലല്ലോ. ഞാൻ നമ്പർ മാറ്റാം. വാട്സപ്പ് എടുക്കുക, വാട്സപ്പിൽ പ്രൈവസി എടുക്കുക. പ്രൈവസിയില് അവിടെ കോൾസ് ഉണ്ടോ? സൈലൻസ് അൺനോൺ കോളേഴ്സ് കഴിഞ്ഞ് ഇനി ഒരു കോൾ പോലും ഇതിൽ വരൂല. ആയിക്കോട്ടെ, ഞാൻ നമ്പർ മാറ്റാം. നമ്പർ മാറ്റണ്ടായിരുന്നില്ല. സൈലൻസ് അൺനോൺ കോളേഴ്സ് അടിച്ചാൽ ഇങ്ങോട്ടേക്ക് കോള് വരില്ല. നമ്മൾ സേവ് ചെയ്ത നമ്പറിന് മാത്രം ഇങ്ങോട്ട് കോള് വരും. ലീക്ക് അടം മോനെ അതിന് ഓൽക്ക് വിളിക്കാൻ പറ്റൂലല്ലോ. പക്ഷെ ഇത് ഓൾറെഡി ലീക്ക് ആയിരുന്നല്ലോ. എടാ എന്റെ മിസ്റ്റേക്ക് അല്ലടാ, ഇത് ഓൾറെഡി ലീക്ക് ആയിരുന്നടാ. എന്താടാ സാറൊക്കെ വിളിക്കണ? ആരൊക്കെ വിളിക്കുന്നത്? ആർക്ക് വിളിക്കണ്ടേ? നിന്റെ ഇഷ്ടം എന്റെ മൂടായി അറിയാണ്ട് എന്റെ കൈ തട്ടിപ്പോയതാടാ. അത് പ്രശ്നമില്ല, എനിക്കത് പ്രശ്നമില്ലല്ലോ. സാറിനെ വിളിക്കണേ. സാറിന്റെ ലൈനൊന്നും അല്ല കേട്ടോ. എടാ നീ എന്തിനാ എല്ലാരും കാര്യം പറയുമ്പോ എന്റെ ലൈൻ അല്ല കേട്ടോ എന്റെ ഇത് പോകുള്ളേ, മറ്റേ സാധനമായി എന്താ പറയാ, എന്താ പറയൂലേ, ഇമേജ് അല്ല. ഞാൻ കുറച്ചിട്ട് പറഞ്ഞ മറന്നിട്ട്. മാർക്കറ്റ് വാല്യൂ. ആ അതന്നെ. ഇതാരെയും വിളിച്ചത്? എങ്ങനെ കോള് വന്നേ? സേവ് ചെയ്ത നമ്പർ ആയിരിക്കും. അല്ലല്ല, സേവ് ചെയ്തില്ല. അല്ലെങ്കിൽ നീ ആ നമ്പറിന് ഒരു പ്രാവശ്യം കോളിലേക്ക് വിളിക്കാൻ പറ്റില്ല. സത്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോ ഞാൻ എന്റെ ലൈവിൽ വരുന്ന പേടിച്ചിട്ട് ഞാൻ ചിലപ്പോ എടുക്കാൻ. സത്യമായിട്ട് വിചാരിച്ചില്ലേ? പഠിച്ചവനാണ് ഞാൻ. അങ്ങനല്ല, കിട്ടണില്ല, തൊട്ടിട്ട് ആവണില്ല. ഇതെങ്ങനെ വിളിക്കുക എനിക്കറിയോ? നിന്റെ കൈ ഓൾറെഡി നീ ഇവിടെ എല്ലാരും പരിചയപ്പെടും. അപ്പൊ നിനക്ക് കുറച്ച് ഞാൻ പറയാം. ഇല്ല ഫേസ് ടൈം വരും കണ്ടോ? ഫേസ് ടൈം മാത്രമേ വരുന്നുള്ളൂ. നോക്ക് കണ്ടോ, ഫേസ് ടൈം മാത്രമേ. സൈലന്റ് ആക്കിയിട്ടാലോ? അമീനയ്ക്ക് ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. വാവ തൊപ്പി ചുട്ടമല്ല ഡാൻസ്. 35K ലോഡിങ്. 35K ലോഡിങ് 35K ആയോ? നിനക്കൊന്ന് റീഫ്രഷ് അടിച്ചു നോക്കട്ടെ. ഇല്ല 30K. ഓക്കെ പറ. അടി ഇതെന്താ മെഹർ സാറാ ഇതെന്താ സംഭവം? എടാ മദ്രസ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. മദ്രസ ഗ്രൂപ്പാ? 35 ആക്കണ്ടേ? എടാ നിന്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടും. ഇത് റാംബോ ബോഡിഗാർഡ്. ഇതെന്റെ ഫ്രണ്ട് ഞങ്ങളെ ലൈവ് ആണല്ലേ. മമ്മു എന്റെ ഫ്രണ്ട്. അല്ല പറവന്റെ പേരെന്താ? അമീന്. ഓ അവൻ ഞങ്ങളെ ഓഡിയൻസ് ആണ്. അത് ശരി. എന്നാ നീ ലൈവ് കൊടുക്കണ? ഇക്ക അത് മാത്രം കയ്യിലെ കൽപ്പില്ല. എന്ത് കൽപ്പില്ലാണ്ട് ഈസി പരിപാടിയല്ലേ നിങ്ങളെ അത്ര. എടാ ഞാൻ ചിന്തിക്കുന്നത് ഇപ്പം നീ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് റീൽസ് കണ്ടന്റ് ക്രിയേറ്റർ അല്ല, ഒരു 100-200 റീൽസ് കണ്ടന്റ് ക്രിയേറ്റർ ഇങ്ങനെ ഓരോ ദിവസം വരുന്നില്ലേ? ഞാൻ ചിന്തിക്കുന്നത് ആരും എന്താ സ്ട്രീമിങ്ങിലേക്ക് ഇറങ്ങാത്തത്? സ്ട്രീമിങ്ങിൽ ആലോചിച്ച് നോക്കിയാ, സ്ട്രീമിങ്ങിൽ ആകുള്ള ആരാ? ഞാന്, ഈഗിള്, സായിപ്പ് കഴിഞ്ഞ്. വേറെ ആരെങ്കിലും സ്ട്രീമേഴ്സിന് എനിക്ക് അറിയോ? അറിയില്ലല്ലോ. അതാ ഞാൻ ആലോചിക്കുന്നത്, ഇതാ ആരും എന്താ സ്ട്രീമിങ്ങിലേക്ക് ഇറങ്ങാത്തത്? അതാണ് എന്റെ സംശയം. അതെന്താ ഇറങ്ങാത്തത്? എനിക്ക് തോന്നിയ എന്താ വെച്ചാലേ, ഒരു ഫോൺ ഉണ്ടെങ്കിൽ വ്ളോഗർ ആവാ. പക്ഷെ ഇതൊക്കെ വേണ്ടേ? അതാവും ചിലപ്പോ. അല്ല ഇതൊക്കെ വാങ്ങണം. ശരിയല്ലേ, കുറച്ച് സെറ്റപ്പ് കുറച്ച് കൂടുതൽ വേണമല്ലോ. അല്ലെങ്കിൽ എടാ മോനെ സ്ട്രീം തുടങ്ങാൻ വേണ്ടി ഫോണ് മാത്രം മതി. ഒന്നാമത്തെ കാര്യം. ശരിക്കും പറഞ്ഞാൽ ഫോണ് മാത്രമായിട്ട് സ്ട്രീം തുടങ്ങാം. അറിയൂല അതിനെ പറ്റിട്ട്. നീ ഇപ്പൊ പുറത്ത് പോകുന്നില്ലേ? പുറത്തോട്ട് റീൽ എടുക്കുന്നില്ലേ? അത് നിനക്ക് സ്ട്രീം എലവൻസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അല്ല സ്ട്രീം ലാബ്സ്. ആ ആപ്പിൽ ചെയ്ത് എനിക്ക് ലൈവ് ചെയ്യാം, ഡയറക്റ്റ് ലൈവ് ചെയ്യാം. ഒരു എക്യുപ്മെന്റ് ഒന്നും വേണ്ട, ഫോൺ വെച്ച് ലൈവ് ചെയ്യാം. പിന്നെ PC-യിലൊക്കെ റിയാക്ടെല്ലാം ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു ലാപ്പ് മാത്രം മതി. എനിക്ക് മനസ്സിലാകുന്നില്ല ആരും എന്താ സ്ട്രീമിങ്ങിലേക്ക് ഇറങ്ങാത്തത്. സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ സ്ട്രീമിംഗ് ഫ്യൂച്ചറാണ്. ആൾക്കാർ ഞാൻ എല്ലാവരും എൻകറേജ് ചെയ്യുന്നത്, എല്ലാവരും സ്ട്രീമിങ്ങിലേക്കും ഗെയിമിങ്ങിലേക്കും മാറാം.
ഇത്രയും വലിയൊരു ഒരു പ്ലാറ്റ്ഫോം, ഒരു കാറ്റഗറി ഇവിടെ ഉണ്ടായിട്ട് ആരും ഒന്നും ചെയ്യാത്ത എനിക്ക് മനസ്സിലാകുന്നത്. AKC ആരാടാ? അക്ഷയ് AKZ ആരാ? സൂപ്പർ ആവാ സ്റ്റോറി ഇടാൻ പറയുന്നത് എന്നോട്. എന്താണ് കാസ്ട്രോ ഇതെന്താ ഓരോരാളെ പേര് പറയുന്നത്? ആരെങ്കിലും വിളിക്കാനാ പറയുന്നത്? എനിക്ക് കാസ്ട്രോ അറിയില്ല. സോറി മൈ മിസ്റ്റേക്ക്. കാസ്ട്രോ ഓക്കെ, 4 ആള്. ഓക്കെ, കാസ്ട്രോ ഇങ്ങനെ സായിപ്പ് ഞാന് സൈക്കോ ഇങ്ങനെ ഞാൻ പറഞ്ഞ എങ്ങനെ പോയാലും ഒരു 10 കൂടുതലൊന്നും ഇല്ല അല്ലേ? അതാണ് എല്ലാത്ത കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നോക്കുമ്പോൾ ഒരു 10, 1000, 2000 ആൾക്കാരല്ലേ സ്ട്രീമേഴ്സ്. അക്ഷയ് AKZ എന്താടാ? അക്ഷയ് AKZ ഫ്രീ ഫയർ